ഇന്നത്തെ പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഈ പാർക്കിംഗ് സംവിധാനം നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. എവിടെയും എങ്ങനെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. വാഹന പാർക്കിങ്ങിന്റെ മേൽനോട്ടത്തിന് ആളില്ലാതായതോടെ വാഹനങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുന്നത് പതിവാകുകയാണ്. പ്രവൃത്തി ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 500ഓളം വാഹനങ്ങൾ അവിടെ നിർത്തിയിടാറുമുണ്ട്. തെരുവുനായ ശല്യമുണ്ട്. കാട് കയറി കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിലും ആശങ്കയുണ്ട്. പാർക്കിംഗ് കരാർ അവസാനിച്ചിട്ട് മാസങ്ങളായിട്ടും യാതൊരു വിധത്തിലും അത് പുനരാരംഭിക്കാനുള്ള നടപടികളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. വിഷ്ണു കരുവാര കൊണ്ടുചേരുന്നു. വിഷ്ണു, നമുക്കറിയാം, നിരവധി യാത്രക്കാർ ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടായിരിക്കും പോകുക. അവർക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല എന്ന് മാത്രമല്ല, ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ടല്ലേ. എന്താണ് നിലവിലെ അവസ്ഥ അവിടെ? അതെ വിനിത, ഇപ്പോൾ കൊല്ലം പറവൂർ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. വിനിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 500ഓളം വാഹനങ്ങൾ നിർത്തിയിടാൻ ഒരു സ്ഥലമുള്ള ഏരിയയാണ് ഈ പാർക്കിംഗ്. അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതിൻ്റെ ഈ ഒരു കരാർ ജീവനക്കാരും ഒന്നും തന്നെ ഇവിടെ കരാർ കഴിഞ്ഞത് പ്രകാരം ഈ ഒരു പാർക്കിങ്ങിന് ഒരു നാഥനില്ലാത്ത ഒരവസ്ഥയാണ്. അതുതന്നെ ഈ തെരുവുനായ ശല്യവും അതുപോലെ തന്നെ ഈ കാർ നിർത്തിയിടലും ഈ ബൈക്കിൻ്റെ ഇടയിലൊക്കെ കാർ നിർത്തിയിടുമ്പോൾ പിന്നീട് അത് എടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ട് ഇവിടെയുള്ള പാർക്കിംഗ് ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുകയുണ്ടായി. കരാർ അവസാനിച്ചതിനെ തുടർന്നായിരുന്നു ഈ നാഥനില്ലാതെ പോയത് ഈ ഒരു പാർക്കിങ്ങിൻ്റെ. അതുപോലെ തന്നെ ഈ ബൈക്കുകൾ നിരവധി തവണ കൂട്ടിയിടിച്ച് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് അറിയാം, പുതിയ ടെൻഡർ ഏതായാലും വിളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. ഈ സൈഡിലായി കാണുന്നത് വലിയ രീതിയിലുള്ള കാടാണ്. ആ കാട്ടിൽ നിന്ന് അതുപോലെ തന്നെ ഇഴജന്തുക്കളും ഈ തെരുവ് നായകളൊക്കെ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഒരു സുരക്ഷിതത്വം തന്നെ നിർത്തിയിടുന്ന വണ്ടികൾക്ക് ഇല്ല. നമുക്ക് നമ്മുടെ ഈ പ്രദേശവാസിയോട് തന്നെ ചോദിച്ചു നോക്കാം കൂടുതൽ കാര്യങ്ങൾ. ചേട്ടാ, നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ? പ്രശ്നങ്ങൾ നേരത്തെ നല്ലൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് റെയിൽവേയുടെ ഇവിടെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വേറൊരു വഴിയുണ്ടായിരുന്നു. ആ വഴി ബ്ലോക്ക് ചെയ്ത് റെയിൽവേ ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഒരു 150 കുടുംബങ്ങൾ ഈ വഴിയിൽ സഞ്ചരിക്കുന്നതായിരുന്നു. ഇപ്പോൾ അവരവിടെ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു. ഒരു മരം വീണിട്ടാണ് അത് ബ്ലോക്ക് ചെയ്തത്. 10-25 വർഷമായിട്ട് 30 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ റെയിൽവേയും കേരളവും റെയിൽവേ പിന്നെ കേന്ദ്രവും എല്ലാം ഒന്നാണ്. അപ്പോൾ എല്ലാ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ആ വഴി ബ്ലോക്ക് ചെയ്ത് എന്നിട്ട് ഇവിടെ 3 ലിങ്ക്സ് വഴി, അതാണ് കോടതിയുടെ ഇവിടെ നിന്ന് ഈ നിങ്ങൾ കാണുന്ന ഈ പാർക്ക് ചെയ്യുന്ന ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു 3 ലിങ്ക്സ് വഴിയാണ് കേന്ദ്രം കൊടുക്കുന്നത്. MK പ്രേമേന്ദ്രൻ്റെ അടുത്ത് പല പ്രാവശ്യം ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കൗൺസിലർ സഖാവ് ശ്രീലാൽ, സഖാവ് സേതുമാധവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് കൊടുത്തു. അതിനകത്ത് ഞാനുണ്ടായിരുന്നു. MP-യുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? MP-യുടെ പ്രതികരണം, ഈ വഴി ഇവിടെ കുടുംബ കോടതിയുണ്ട്, 3 കോടതികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. MP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപേക്ഷ കൊടുത്തു, പല പ്രാവശ്യം ചെയ്തു. സഖാവ് ശ്രീലാൽ, സേതുമാധവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ എന്ന അപേക്ഷയെല്ലാം കൊടുത്തായിരുന്നു. എന്നിട്ട് ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ വരുന്നു. ഇവിടെ ഈ സ്റ്റേഷൻ്റെ അകത്ത് വന്നാൽ മൂത്രം ഒഴിക്കാനുള്ള സംവിധാനമില്ല. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ആണിന് മൂത്രം ഒഴിക്കാനുള്ള സംവിധാനം പോലും എല്ലാം കെട്ടിയിട്ടുണ്ട്. വീണ്ടും ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. നിങ്ങൾ ക്യാമറ തിരിച്ച് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ഇപ്പം പുതിയ ബിൽഡിംഗ് വരെ. ഇതെന്തിനാണ് ചെയ്യുന്നത്? ഏകദേശം എത്ര ഈ പാർക്കിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങൾ? പാർക്കിങ് അവരെല്ലാവരും ഈ പാർക്കിൻ്റെ സംഭവം ഇവരെ നെറ്റെല്ലാം കെട്ടി, അവർ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരായിരുന്നെന്ന് ഞാൻ അറിയുന്നത്. ഇതെല്ലാം കെട്ടി എല്ലാം സുരക്ഷിതമായിരുന്നു ഇവിടെ. പക്ഷേ ഇപ്പോൾ സുരക്ഷിതമില്ല. ഇപ്പോൾ ഏകദേശം ഒരു പയ്യൻ എങ്ങനെ ഇവിടെ വന്ന് ഇത് നോക്കുന്നു. ആ പൈസയൊന്നുമില്ല. കാരണം ഇത് അനാഥമായി കിടക്കുക ഈ പാർക്കിംഗ് ഏരിയ. അവർ ഇത് ലീസിന് എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്തത്. ലീസിനെടുത്ത് ഈ സംഭവം ചെയ്തിട്ട് ഈ ഒരൊറ്റ കാര്യം, രാത്രി 2 ബൈക്കുകൾ ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. 2 ബൈക്കുകൾ മോഷണം പോയിട്ടുണ്ട്. ഈ അടുത്താണ് സംഭവിച്ചത്? ഈ അടുത്ത് തന്നെയാണ് സംഭവിച്ചത്. ഇവർ പോയതിന് ശേഷം 2 ബൈക്കുകൾ മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ പോലും പോലീസിൽ ഞാൻ ഒരു 10-20 വർഷം മാധ്യമപ്രവർത്തനായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ചില കോളുകൾ വരും, ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇതൊക്കെ പോയി എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പോൾ മാധ്യമപ്രവർത്തനമല്ല. അപ്പം ഈ പറയുന്ന ആൾക്കാരെ ബൈക്കുകൾ ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനമില്ല.
ഒരാൾ ഈ ലീസിനെടുക്കാൻ ആളുകൾ മുന്നോട്ട് വരാത്ത എന്താ പ്രശ്നം എന്ന് പറയും? അവരെ സാമ്പത്തിക പ്രശ്നം. ശരി, അവരുടെ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ റെയിൽവേയുടെ അതായത് ഒരാൾ കണ്ണൂരിലുള്ള ഒരാളങ്ങടെയാണ് മൊത്തത്തിൽ എടുത്തേക്കുന്നത്. കണ്ണൂരിലാണ് ഈ മൊത്തത്തിൽ റെയിൽവേ സ്റ്റേഷൻ. ശരി, ഏതായാലും ഗുരുതര പ്രശ്നം തന്നെയാണ് വിഷ്ണു ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ പാർക്കിങ്ങിന്റെ കരാർ അവസാനിച്ചിട്ട് മാസങ്ങൾ നിരവധിയായി. പക്ഷേ ഇതിന്റെ പുനരാരംഭിക്കാനുള്ള നടപടികളൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. 500ഓളം വാഹനങ്ങൾ നിർത്താവുന്ന സ്ഥലമാണ്, നിർത്തിയിടുന്നുണ്ട്. പക്ഷെ അതൊന്നും സുരക്ഷിതമല്ല എന്നത് തന്നെയാണ് വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും